ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ബെർണോയിലെ പാപ്പിലോണിയ എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈ ഹൗസിലാണ് നിൽക്കുന്നത്. പല നിറത്തിലും വലുപ്പത്തിലുള്ള ബട്ടർഫ്ലൈസ് നമ്മുടെ ചുറ്റും ഇങ്ങനെ പറന്ന് നടക്കുകയും നമ്മുടെ മേത്ത് വന്നിരിക്കുകയും ചെയ്യുന്നു മാത്രമല്ല, ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു കിളികളേനെയും ആമകളേനെയും മത്സ്യങ്ങളേനെയും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും വലിയൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഇൻഡോറിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 26 ഡിഗ്രി സെൽഷ്യസ് ആണ് അകത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് ലോക്കർ സൗകര്യം തരും. ഇപ്പോൾ വിൻ്ററിലാണ് നമ്മൾ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തെർമൽസും ജാക്കറ്റ്സും ഒക്കെ നമുക്ക് അവിടെ കുറച്ച് സമയത്തേക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഇന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് 6 മാസം വരെ വാലിഡ് ആണ്. അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയി കണ്ടിട്ട് വരാം കേട്ടോ. അതുപോലെ തന്നെ കയറിക്കഴിഞ്ഞാൽ 1 അവർ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ എല്ലാ ദിവസവും 9:30 to 5 ഇത് ഓപ്പൺ ആയിരിക്കും. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് പാപ്പിലോണിയയിലെ നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടിട്ട് വരാം. അതിനെ തുടരണ്ട, അവിടെ ഇരുന്നു. ഇതൊക്കെ നിറയെ ഉണ്ട്. നമ്മളങ്ങനെ അതെ ഇത് ഗോൾഡ് ഫിഷ് ആണ്. നമ്മുടെ അടുത്ത് കൂടിയൊക്കെ ഇങ്ങനെ പറന്ന് പറന്ന് പോവും. ഇവരുടെ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി നല്ല രസമുണ്ട്. 2 ബ്രിഡ്ജിലും ഓരോ ആമ ഇരിപ്പുണ്ട്. സെയിം ആമയല്ല കേട്ടോ. അതാണ് ഞാൻ രണ്ടിനെയും കാണിച്ചത്. അല്ല, വേറൊരു ബേർഡിനെ കണ്ടോ? ഇത് കേട്ടോ, ഓറഞ്ച് കൊക്കുള്ള കുഞ്ഞു ബേർഡ്സ്. നമ്മുടെ ഗിനിക്കോഴി പോലത്തെ ഒരു ബേർഡ്. ഈ കിളി നല്ല ഭംഗിയുണ്ട്, ഓറഞ്ച് കൊക്കായിട്ട്. ആടാ, ഇത് പ്യൂപ്പയായിട്ട് കണ്ടോ? ഇത് നോക്ക്, ആ പ്യൂപ്പ. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പൊട്ടിയിട്ട് പൂമ്പാറ്റ വന്നതാണ്. അച്ഛനോട് വരുന്നു. ഇത് 2 നിലകളിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വലിയൊരു ബിൽഡിങ്ങൊന്നുമല്ല, വളരെ ചെറിയ സ്ഥലത്ത് തന്നെ കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ബട്ടർഫ്ലൈസിനെ അവിടെ അവർ വളർത്തുന്നുണ്ട്. നമ്മൾ നടക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണം, കാരണം നിലത്തൊക്കെ വന്ന ബട്ടർഫ്ലൈസും അതേപോലെ കുഞ്ഞു കുഞ്ഞു ബേർഡ്സും ഒക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അറിയാതെ അതിനെ ചവിട്ടാനോ അതുപോലെ തൊടാനൊന്നും നമുക്ക് പെർമിഷൻ ഇല്ല. അത് നമ്മുടെ മേത്ത് വന്നിരുന്നാലോ ഓക്കെ, അല്ലാതെ ഇരിക്കുന്നിടത്ത് പോയിട്ട് നമ്മൾ അതിനെ പിടിക്കരുതെന്ന് അവരാദ്യം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്.
ഇപ്പോഴും. ഇംഗ്ലീഷേ അറിയില്ല, പിന്നെ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് സൗണ്ട് ഉണ്ടാക്കാതെ നമ്മൾ അനങ്ങാതെ നല്ല പേഷ്യൻസോട് കൂടി ഇരിക്കണം. അപ്പോൾ അത് വന്ന് കയ്യിലിരിക്കും. അറിയില്ല. കണ്ണൊരു കാര്യം ചെയ്യും, ഇതേ പോണു ഇങ്ങോട്ടാ ഓടണത്. കണ്ണനാണെങ്കിൽ ബട്ടർഫ്ലൈ മുന്നിൽ വന്നിരിക്കണം എന്നൊരാഗ്രഹം, അല്ല മേത്ത് വന്നിരിക്കണം എന്ന്, അതിനുള്ള ശ്രമത്തിലാണ്. അവിടെയുള്ള ബട്ടർഫ്ലൈസിൻ്റെ ഡീറ്റെയിൽസും ഏതൊക്കെ കോണ്ടിനെൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇംഗ്ലീഷിലും അതേപോലെ ജർമ്മനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ടിക്കറ്റ് റേറ്റ്സും അതുപോലെ ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓൾറെഡി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ബട്ടർഫ്ലൈസിനെയൊക്കെ കണ്ടുകൊണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ സാധാരണത്തെ പോലെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒക്കെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.